ഹലോ ഗേസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒരു ഹൗസ് വാമിങ് കഴിഞ്ഞ് മറ്റൊരു ഹൗസ് വാമിങ് കൂടി ആയിട്ടോ. അതും ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുജാത ചേച്ചി പറഞ്ഞ ചേച്ചീൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ സ്ഥലം വന്നിട്ട് പെരുവമ്പാണ്. അത്യാവശ്യം ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഒരു 6:30ക്ക് റെഡി ആയിട്ട് ഇറങ്ങാനാണ് പറഞ്ഞിട്ടേ. ഒരു 7:15 ആകുമ്പോഴേക്കും പാലക്കാട് സ്റ്റേഡിയത്തിൽ എത്താനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞാൻ അലറാം വെച്ചിട്ടൊക്കെ എണീറ്റ്, ബിക്കോസ് ഉറക്കത്തിൽപ്പെട്ടിട്ട് പ്രശ്നമാവണ്ടല്ലോ എന്ന് കരുതി. പിന്നെ കളർ ഡ്രസ്സ് അല്ലല്ലോ ഗൈസ്, യൂണിഫോം ഇട്ടിട്ട് തന്നെ പോകണ്ടേ. ഷോപ്പിലോട്ട് തിരിച്ച് വരുന്നത് കൊണ്ട് യൂണിഫോം ഇട്ടിട്ടാണ് പോയത്. അപ്പോൾ നേരത്തെ കാലത്ത് എണീറ്റ് കുളിച്ച് റെഡിയായി സാരിയൊക്കെ കൊടുത്ത് പിന്നെ മേക്കപ്പിലോട്ട് പോയി. സിമ്പിൾ മേക്കപ്പും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. എന്നും വൈറ്റ് ടോണും പൗഡറും ലിപ്സ്റ്റിക്കും അതേ സെയിം മെത്തേഡ്. അങ്ങനെ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ഗൈസ്. ഏകദേശം ഒരു 6:15 6:30 ആയിട്ടോ. അപ്പോൾ നേരെ ഇങ്ങനെ സൂര്യൻ ഉദിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അടിപൊളി വൈബായിരുന്നു രാവിലെ. ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുത്ത്. അങ്ങനെ എന്നും വൈകിട്ട് വരുന്ന ബസ് തന്നെ എനിക്ക് കാലത്ത് കിട്ടിട്ടോ. ഗുഡ് ലക്ക് ബസ്സായിരുന്നു. പിന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ആയതുകൊണ്ട് തന്നെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നേരെ സ്റ്റേഡിയത്തെത്തി. സ്റ്റേഡിയത്തെത്തിയപ്പോഴാണ് ഗാസ് ബസ് കിട്ടാൻ കുറച്ച് സമയം എടുത്തു. പിന്നെ ഞങ്ങൾ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തും ബസ്സും കിട്ടി നേരെ പരിപാടി സ്ഥലത്തെത്തി കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ചേച്ചീൻ്റെ വീട്. ഞങ്ങളവിടെ ചെല്ലുമ്പോഴേക്കും നിറയെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്ക് തമിഴ്നാട് ഫാമിലിയാണ് ചേച്ചിയുടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ട്, ചേച്ചിയുടെ സിസ്റ്റേഴ്സ്, ബ്രദറ്, അവരുടെ മക്കൾ, അങ്ങനെ കുറേയൊക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഞങ്ങൾ പോകുമ്പോഴേക്കും ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അടിപൊളി വീടായിരുന്നു കേട്ടോ. കളറും കാര്യങ്ങളും, അതായത് എനിക്ക് ഈ വാൾ പെയിൻറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ പെയിൻറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുമാത്രമല്ല ഡോറായിക്കോട്ടെ, വാഷ്റൂം ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു കേട്ടോ. സാധാരണ ഒരു ചെറിയ കുടുംബത്തിൽ താമസിക്കാൻ പറ്റിയ ഒരു അടിപൊളി വീട് കേട്ടോ. 2 റൂം, ഒരു ഹാള്, ഒരു അടുക്കള, ഒരു സിറ്റ് ഔട്ട്, അങ്ങനെ നല്ലൊരു ചെറിയ വീട്. സിമ്പിൾ ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട കളറാണ് കേട്ടോ വീട്ടിലുള്ളത്, വൈറ്റ്. എന്താണെന്നറിയില്ല ഗേസ്, വീടിനൊരു പ്രകാശം വരുത്താൻ വൈറ്റ് കളർ തന്നെ വേണം കേട്ടോ. പിന്നെ അവിടെ കുറേ പൂജയൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് തുളസിയും ചന്ദനമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങൾക്ക് അവർ വന്നതും ബദാം പാൽ തന്നു കേട്ടോ ഗൈസ്. എന്താണെന്ന് പറഞ്ഞാൽ ചേച്ചി ഒരു തമിഴ്നാട് ടച്ചാണ് കേട്ടോ. അതുകൊണ്ട് അവർ തമിഴ് ആചാരം പോലെയാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്തിട്ടോ. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഇഡ്ഡലി, സാമ്പാർ, ചട്നിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അധികം വീഡിയോ എടുക്കാൻ നിന്നില്ല. അവരോട് രാത്രിയും പറഞ്ഞ് നേരെ ഷോപ്പിലോട്ട് പോയി. അപ്പോൾ ഇന്ന് നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. പോരാത്ത നിങ്ങളുടെ സപ്പോർട്ടും കൂടി വേണം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരേക്കും ബായ്.